എല്ലാവർക്കും അമേസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ്. മാസത്തിൽ എല്ലാ ദിവസവും ഇഷ്ടപ്പെട്ടയാണ്, എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം മാസത്തിൽ 2 ദിവസമുണ്ട്. ഒന്ന് പൗർണമി ഡേയും അതുപോലെ തന്നെയാണ് അമാവാസി ഡേയും. ഈ 2 ദിവസവും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാമായി എൻ്റെ മഹാദേവന്റെ ട്രസ്റ്റ് ഉണ്ട്. ഞാൻ ആ ട്രസ്റ്റ് ബോർഡ് മെമ്പറും കൂടെയാണ്, അംഗവും കൂടെയാണ് ആ ട്രസ്റ്റിലെ. അപ്പോൾ അംഗം കൂടായ എൻ്റെ ട്രസ്റ്റിൽ ഒരുപാട് വിശേഷങ്ങളാണ് അവിടെ നടക്കാറ്. ശിവക്ഷേത്രമാണ്. ആ ശിവക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഈ പ്രത്യേകതകളും ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ള് വാച്ച് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് പേപ്പർ കഷ്ണങ്ങളുമായിട്ട് ഞാൻ ഇരിക്കുന്നു. എഴുതാൻ പേനയുണ്ട്. അപ്പം അങ്ങനെ എല്ലാമായിട്ടൊരു തയ്യാറെടുപ്പിലാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് ഇന്ന് അമാവാസി പൂജയാണ്. അപ്പം ആ പൂജ നടക്കുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. അപ്പം 7 മണിക്കുള്ള പൂജയ്ക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ പ്രത്യേകത. ഓരോ ദിവസം എന്ന് വെച്ചാൽ ഓരോ മാസത്തിൽ 2 ദിവസത്തെ പൂജയ്ക്ക് ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പം ഇന്നൊരു പ്രത്യേകതയാണെന്ന് വെച്ചാൽ, ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഭഗവാന് ഹാരാർപ്പണം ചെയ്യാം. നമുക്ക് ഭഗവാന് ഹാരാർപ്പണം പുഷ്പങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ പേപ്പർ കൊണ്ടുള്ള ഒരു ഹാരാർപ്പണമാണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഭഗവാനെ ഇഷ്ടമുള്ള 108 മന്ത്രങ്ങളുണ്ട്, അറിയായിരിക്കുമല്ലോ. അഷ്ടോത്തരി മന്ത്രങ്ങൾ, ശിവ മന്ത്രങ്ങളാണ് അത് പറയുന്നത്. ആ ശിവ 108 മന്ത്രങ്ങൾ നമ്മൾ ഓരോ മന്ത്രവും ഈ പേപ്പറിൽ കുറിക്കുക എന്നുള്ളതാണ്. ഇതിന് ശേഷം ഇതൊരു മാലയായിട്ട് കോർക്കും. അതാണ് ഭഗവാന് നമ്മൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മാലയായിട്ട് ചെയ്തതിന് ശേഷം അത് കാണിച്ചു തരാം. അപ്പം ഇതെന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു അർപ്പണം നമുക്ക് നടത്താവുന്നതാണ്. ഇത് ഒരു കാര്യമാണ് കേട്ടോ. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഓരോ പൗർണമിക്കും അമാവാസിക്കും ഭഗവാന്റെ അടുത്ത് നടക്കുന്നത്. ഇനി ഈ ശിവക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ തുടങ്ങുവാണ്. ആദ്യം ഞാൻ എഴുതി തുടങ്ങാൻ പോവാണ്. 108 മന്ത്രങ്ങളും എഴുതി തന്നെയാണ് കേട്ടോ. ഓം നമ ശിവായ നമയിൽ തുടങ്ങി ഓം പരമേശ്വരായ നമയില് അവസാനം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഭഗവാന് അവിടെ ഒരു പൂജ, ഒരു കർമ്മിയോ അല്ലെങ്കിൽ നമ്മൾ പൂജാരി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവമൊന്നും ഭഗവാൻ അവിടെ ഇല്ല, നമ്മുടെ ക്ഷേത്രത്തിലില്ല. നമ്മുടെ ശിവലിംഗം എന്ന് പറയുന്നത് 108 മന്ത്രങ്ങളാണ്. ഇപ്പം എഴുതുന്നില്ല. ഈ 108 മന്ത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ശിവലിംഗം എന്ന് പറയുന്നത് നമ്മളെ ഭഗവാന്റെ 4 മുഖമുള്ള ഇതാണ്, വിഗ്രഹമാണ് ശിവലിംഗം. അതിൽ ഒന്ന് നമ്മുടെ വിഷ്ണു ഭഗവാൻ, 2 ശിവഭഗവാൻ, 3 ബ്രഹ്മാവ്, 4 ദേവി, പാർവതി ദേവി, ആദിപരാശക്തി. അപ്പൊ ഇത്രയും പേരാണ് ആ 4 മുഖം. അപ്പോൾ ആ 4 മുഖം വെച്ചിട്ടുള്ള വിഗ്രഹത്തിന്റെ പൂർണ്ണ രൂപമാകുന്നത്. ശിവലി വിഗ്രഹത്തിന് അങ്ങനെ ഒരു 4 രൂപവും വച്ചിട്ടുണ്ട്, ശിവലി വിഗ്രഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥ ഇതില് ശിവലിംഗ ഇതില് മുഖം വന്നിട്ടില്ല. മുഖം വരുന്നത് 108ാമത്തെ വർഷമാണ്. ഞാനൊക്കെ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല, ഇപ്പോ വന്നിട്ട് 9ാമത്തെ ശിവലിംഗമാണ് ചെയ്തത്. 9ാമത്തെ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു ശിവലിംഗം, അതിന്റെ മുകളിലൊന്ന്, അതിന്റെ മുകളിലൊന്ന്, അങ്ങനെ 9 എണ്ണം ചെയ്ത് കഴിഞ്ഞു. 9ാമത്തെ മന്ത്രം ചെയ്ത് കഴിഞ്ഞു. അടുത്ത് 10ാമത്തെ മന്ത്രം വരുമ്പോൾ 10ാമത്തെ ശിവലിംഗം ചെയ്യും. അത് ശിവരാത്രിക്കാണ് ചെയ്യുന്നത്. ആ 10ാമത്തെ ശിവലിംഗം ശങ്കരായ നമ എന്നാണ്. ഓം ശങ്കരായ നമ എന്നാണ്. ആ ശങ്കരായ നമ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അമയ പ്രസാദ് തന്നെയാണ് ആ വിഗ്രഹം, ആ ഒരു പ്രതിഷ്ഠ ചെയ്യുന്നത്. ആ വർഷത്തത് അടുത്ത വർഷം ഈ വരുന്ന ശിവരാത്രിക്കുള്ളത് ചെയ്യുന്നത് ഞാനാണ്. അപ്പം അങ്ങനെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. ഭഗവാന്റെ കൃപ കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എത്രയോ കിലോ ചെമ്പാണ്, 1, 2, 400, 500, 600 കിലോ അടുപ്പിച്ചുള്ള ചെമ്പാണ് വേണ്ടത്. പിന്നെ അത് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് എപ്പോൾ വേണോ പോയിട്ട്, എത്ര രാത്രി വെളുക്കായിരുന്നാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ധാര ചെയ്യാൻ പറ്റും. ധാര ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ തന്നെ ഉണ്ട്, കിണറ്റില് പൈപ്പിന് വെള്ളമുണ്ട്, നല്ല വെള്ളം. ആ ധാര വെള്ളം എടുത്ത് നമുക്ക് തന്നെ ഭഗവാനിൽ ചെയ്യാം. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് ആ 4 ചുറ്റും
വട്ടം വെച്ച് വലം വെച്ച് ഭഗവാന് ധാര ചെയ്താൽ മോശം പോലെ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ അവിടെ നിന്നുള്ളത് കൊണ്ട് മാത്രം ഞാനത് പറയുന്നതാണ്. ആർക്കും എപ്പോഴും ഏത് സമയത്തും വന്ന് നമുക്ക് ഭഗവാനിൽ ധാര ചെയ്യാം, നമ്മുടെ വിഷമങ്ങളൊക്കെ പറയാം. നമുക്ക് എല്ലാത്തിനും പറ്റുന്ന ഒരു ശിവക്ഷേത്രം തന്നെയാണ് മഹാലിംഗ ഘോഷയാത്ര കൈമനത്തുള്ള ഭസ്മാരതി എന്ന് പറയും. അറിയായിരിക്കും, മരണപ്പെട്ടു പോയ ആൾക്കാരെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ചിതാഭസ്മം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. 4ാമത്തെ ആരതി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 4 പേരുടെ ഭസ്മാരതി ചെയ്തു കഴിഞ്ഞു. ഞാനും അതുപോലെ തന്നെ ഭഗവാനിലെ ഭസ്മാരതി ചെയ്യാനായിട്ട് എഗ്രിമെന്റ് ഒക്കെ എഴുതി കൊടുത്തു. എന്ന് വെച്ചാൽ നമ്മൾ മരണപ്പെട്ടാൽ ഭസ്മം ഭഗവാനിൽ ലയിപ്പിക്കുക എന്നുള്ളത്, 3ാമത്തെ ദിവസം ലയിപ്പിക്കുക എന്നുള്ളതാണ്. അത് ലയിച്ചു കഴിഞ്ഞാൽ ഭഗവാനിലായി കഴിഞ്ഞു, ഭഗവാന്റെ രൂപത്തിൽ ഭഗവാനിലൂടെ ലയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. അത് കഴിഞ്ഞാൽ മറ്റു പ്രത്യേകിച്ച് പൂജകളോ മറ്റു കർമ്മങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. അതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ഓടി നടന്ന് ജീവിക്കുമ്പോൾ അങ്ങനെയുള്ള സന്തോഷം. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരിടത്തും അനാഥപ്പെട്ടു പോകില്ല എന്നുള്ളതിനൊരു വിശ്വാസമുണ്ട്. അതിനു വേണ്ടിയിട്ട് ആ ട്രസ്റ്റ്, ഈ എൻ്റെ ട്രസ്റ്റ്, ഈ മഹാലിംഗ ഘോഷയാത്ര ട്രസ്റ്റിൽ ഞാനൊന്ന് വയസ്സായാലും, എനിക്കൊരു 60 വയസ്സ് കഴിഞ്ഞിരുന്നാൽ പോലും എനിക്ക് ആ ട്രസ്റ്റിൽ കിടന്നുറങ്ങാനും അതുപോലെ തന്നെ ഭഗവാനിലേക്ക് ലയിച്ച് ജീവിക്കാനും പറ്റുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ ജീവിക്കുന്നത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല കേട്ടോ, ഇതൊക്കെ അവിടുത്തെ കൃത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സമാധാനമാണ്. എങ്ങനെ അവിടെ ആ ഒരു പ്രതിഷ്ഠ വന്നെന്നും ആ കാര്യങ്ങളൊക്കെയും നമുക്ക് കൃത്യമായി എൻ്റെ അടുത്ത വ്ലോഗിലൂടെ അവിടുത്തെ അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്. ഞാനും ആ ട്രസ്റ്റിലൊരു അംഗമാണ്. അപ്പം തീർച്ചയായിട്ടും അതിനൊരു അഭിമാനമുണ്ട്. കാരണം ഒരു ട്രാൻസ്മണായ എനിക്ക് അങ്ങനെ ഒരു അവസരം കൂടി തന്ന ഈ ഒരു ട്രസ്റ്റിന് എനിക്ക് ഒരുപാട് നന്ദിയും കൂടി അവരോട് പറയാനുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. മണി 7 കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ജോലിയും കൂടിയൊക്കെ തീർത്ത് പെട്ടെന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വീട് ഫുള്ളും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി ലേറ്റായി പോയി. കറക്റ്റ് 7 മണിക്ക് തന്നെ എത്തുകയും വേണം. ഇതാണ് എന്റെ ഭഗവാൻ ചാർത്തുന്ന മാല. നമുക്ക് അമ്പലത്തിൽ കാണാം കേട്ടോ. ഞാൻ അമ്പലത്തിലേക്ക് പോവാണ്. സമയം ലേറ്റായി പോയി, ഒരുപാട് ലേറ്റായി പോയി. തിരുമ്മി പൂജ തുടങ്ങിയാന്തോ. ഹര ഹര മഹാദേവ, 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 ഹര ഹര മഹാദേവ. സുഖാണോ? സ്കൂളിൽ പോയിരുന്ന പറ, പിണങ്ങരുത്, ചിരിച്ചു പറഞ്ഞോ. ചിരിച്ചു ടിവിയില്
ഇതാണ് എൻ്റെ ദേവു, കുണ്ടണിക്കാരിയായ ദേവു. അതാ പോണം. കുറെ ദിവസമായില്ലേ കണ്ടിട്ട്, അതുകൊണ്ടാണ് പിണക്കം മക്കളെ. എൻ്റെ ഭഗവാൻ, ഞാൻ എപ്പോഴും വരികയും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാനിൽ ജലധാര ചെയ്യാനും പാലഭിഷേകമായിരുന്നാലും അതുപോലെ തന്നെ പുഷ്പാഭിഷേകമായിരുന്നാലും ദീപാഭിഷേകമായിരുന്നാലും എല്ലാ അഭിഷേകവും ചെയ്യാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. ആർക്കും വരാം, ഏത് സമയത്തും വന്ന് ഇവിടെ പ്രാർത്ഥിക്കാം. നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമക്കെട്ട് അല്ലെങ്കിൽ സന്തോഷം എന്തുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഭഗവാനിലെ അറിയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ ഇപ്പം ലോകത്തിൽ വെച്ച് ഒരുപാട് അറിയായിരിക്കുമല്ലോ, അഘോരിമാരൊക്കെ ഉള്ള വലിയ വലിയ ക്ഷേത്രങ്ങളുണ്ട്. അപ്പം ചിതാഭസ്മാരതിയൊക്കെ നടത്തുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ 4 ഭസ്മാരതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ആർക്ക് വേണോ ഭസ്മാരതി ചെയ്യാനും പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യണം. ഇവിടെ വന്ന് ട്രസ്റ്റിലെ കാര്യങ്ങളൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ അതും കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് സന്തോഷവും എൻ്റെ സന്തോഷവും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ തന്നെയാണ് വന്ന് പറയാറും. എനിക്ക് സമാധാനം കിട്ടുന്നതും സന്തോഷം കിട്ടുന്നതും ഇവിടെ വരുമ്പോഴാണ്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഒരു അമ്പലത്തിൽ വരിക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ എന്നാൽ പോലും പ്രാർത്ഥിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്, എനിക്ക് അതിനുള്ള ഫലം കിട്ടിയിട്ടുമുണ്ട്. അപ്പം അത് ഉറപ്പുള്ളൊരു കാര്യമാണ്, വെറുതെ പറയുന്നതല്ല. അത് അനുഭവമാണല്ലോ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഭവമാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നു, വീട്ടിലെത്തി. ഒരുപാട് സന്തോഷം, സമാധാനം, ഭയങ്കര ആശ്വാസം. കാരണം നമുക്ക് കുറേയൊക്കെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ. ടെൻഷൻസ് നോർമലി എല്ലാ മനുഷ്യനും ഉള്ളതാണ്. പല ടെൻഷൻ ഉണ്ടാവാം, കുടുംബത്തിലാകും പല ടെൻഷൻസ് ഒക്കെ. അപ്പൊ അതൊന്നും മാറിക്കിട്ടുന്നത് അമ്പലത്തിൽ പോകുമ്പോഴാണ്. എൻ്റെ ഉള്ളിലുള്ള എല്ലാ സംഘടനകളും വേദനകളും ഒക്കെ അവിടെ തുറന്നു പറഞ്ഞ് ഒരു സമാധാനം. ഫുള്ള് ഇപ്പൊ 0 ആണ്, ഭയങ്കര കൂളായി. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു, നിങ്ങൾ വാച്ച് ചെയ്തു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നാളെ ഇതിലും അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.